വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എന്തായാലും നമ്മൾ വിചാരിച്ചതിലും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ സഹായം ചോദിച്ചവരല്ല. അതിപ്പോ നമ്മുടെ ഏരിയ മാത്രം ആക്കണ്ട, നമുക്ക് എല്ലാ വാർഡിലും കയറാം, കിട്ടുന്നിടത്തെല്ലാം വാങ്ങിക്കാം. ഇന്ന് ഇത്രയും കളക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇങ്ങനെ ആളുകളെ കവഴിഞ്ഞ് സഹായിച്ചാലേ വർഗീസിന്റെ ഓപ്പറേഷൻ നടത്താനുള്ള തുക കിട്ടും. ഇതിപ്പോ പഴയ കാലമൊന്നുമല്ലല്ലോ. ഇങ്ങനെ അസുഖങ്ങൾ വരികയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നത് ആളുകൾക്ക് പരിചയമായി. ആർക്കാ എപ്പോഴാ എന്താ വന്നെന്ന് ആർക്കറിയാം. ഇത് മനസ്സിലാക്കുന്ന ആരെങ്കിലും സഹായം ചെയ്യാതിരിക്കോ? എന്തായാലും ശരി, നമ്മൾ ഈ ഉള്ള ആളുകള് ഈ ഒരാഴ്ച ആത്മാർത്ഥതയോടെ ഓപ്പറേഷൻ കഴിയുന്ന വരെ നിൽക്കണം എന്ന് കരുതി അത്യാവശ്യമുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ഇതിന്റെ പുറകെ നിൽക്കണമെന്നില്ല. അപ്പൊ മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് മലപ്പുറത്തെ വർക്ക്. അതൊന്നും കുഴപ്പമില്ല ആന്റപ്പ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞാലേ ആ മാർട്ടിനും പയസും ഷാജിയൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടേ. ഇങ്ങനെ ഇതേ ചൂട്ടോടെ പോയാൽ ഒറ്റ മാസം കൊണ്ട് പകുതിയിലധികം കാശാവും. സഹായിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ അവരെല്ലാം ഓപ്പറേഷൻ മുമ്പ് ഒരു തുക തരാന്ന് വരിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് നമ്മ നിർത്തണല്ലേ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പൊ നാളെ മുതൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയാലോ? അതായത് രാവിലെ ഒരു 7 മണി മുതൽ. അതൊരു നല്ലൊരു കാര്യമാണ്. എല്ലാവരും വീട്ടിലുണ്ടാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. രാവിലെ ആവുമ്പോ ഓരോരുത്തർ ജോലിക്ക് പോകാനുള്ള തിരക്കിലും കുട്ടികളെ സ്കൂളിലാക്കാനുള്ള തിരക്കിലും ആയിരിക്കും. അത് ശരിയാണ്, ചെലവന്മാരത് പറയുകയും ചെയ്യും. ആ വർഗീസിന്റെ ഓപ്പറേഷനുള്ള പിരിവിന് വന്നവര് രാവിലെ വന്ന് സകല പരിപാടി മുടക്കിയെന്ന്. എങ്ങനെ വേണമെന്നും എപ്പ വേണമെന്നും നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ റെഡിയാണ്. എങ്കിൽ ഞാൻ ചെല്ലട്ടെ. എടാ ജോർജ്, നീ ഉണ്ടാ വഴിക്ക്? ഞാനും വരുന്നുണ്ട്. അപ്പൊ ശരി. ബെന്നി വിളിച്ചു പറഞ്ഞാ മതി. ഓക്കെ എടാ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. ഹലോ, അതെ അതെ. അല്ല, വർഗീസിന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. ഇല്ല, അതെല്ലാം വികാരി അച്ഛനാണ് കൈകാര്യം ചെയ്യണതേ. അത് മതി മതി മതി. എല്ലാവരും ഇപ്പൊ പിരിഞ്ഞതേ ഉള്ളു. എന്നാ ശരി എന്നാ. ഓക്കെ. എടാ ആൻ്റെപ്പ, നാളെ നീ പറഞ്ഞ പോലെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു 7-8 കിടക്ക്. നാളെ ഞായറാഴ്ചയാണല്ലോ. അപ്പൊ നാളെ കാണാം. എന്തൊക്കെയുണ്ട് വൈദ്യസഹായ നിധി പിരിവുകാരാ? പിരിവുകാരൊക്കെ എന്തേ? ഇന്നത്തെ പിരിവ് കഴിഞ്ഞോ? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ നിന്റെയൊക്കെ ഈ പ്രവൃത്തികൾ കാണുമ്പോ എങ്ങനെ സംസാരിക്കണം? നീയൊന്നും ഉണ്ടായിരടി. എടാ ബെന്നി, നിനക്കൊക്കെ നാണുണ്ടോടാ? 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെയൊക്കെ പിരിവെടുത്ത് സഹായിക്കാനായിട്ട്. എന്താ ചേട്ടന്റെ പ്രശ്നം? ഈ പിരിവിന്റെ പേരിൽ 10 പൈസ ചേട്ടൻ തന്നിട്ടില്ല. എന്നിട്ട് സഹായിക്കാൻ തയ്യാറാവരെ കുറ്റം പറയുകയും ചെയ്യണം. ഞാൻ പറയൂടാ, 10 പൈസ തരികയില്ല. ഇങ്ങനെ കള്ളുകുടിയന്മാരെ സഹായിക്കാനാണെങ്കിലേ ഞാനൊരു നീണ്ട ലിസ്റ്റ് തന്നെ തരാം. നീ അവരൊക്കെ സഹായിക്കോ? ചേട്ടൻ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടെങ്കിലേ അതിവിടെ പറയരുത്. ഒരാളെ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കുക, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളു. എടാ, ഈ ആപത്ത് ഘട്ടം എങ്ങനെയാ വന്നത്? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അഹങ്കാരം കൊണ്ട് അല്ലേ? ചേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നത്? ചേട്ടന് സാമ്പത്തിക നഷ്ടമൊന്നുമില്ലല്ലോ. മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് വർഗീസിനെ സഹായിക്കുന്നു. അത് അവരുടെ ഇഷ്ടം. അത് വേണ്ടെന്ന് പറയാൻ എനിക്കെന്താ അവകാശം എന്നല്ലേ? അതെ. പക്ഷേ ഈ മണ്ടത്തരത്തിന്റെ പേരിൽ
ഈ മദ്യപാനിയെ സഹായിച്ച് മണ്ടരാകുന്ന ആൾക്കാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്റെ കടമയായിട്ടാ ഞാൻ കാണുന്നത്. എടാ, അർഹത ഉള്ളവരെ തെരഞ്ഞു പിടിച്ച് സഹായിക്ക്. അതായിരിക്കണം നിങ്ങൾ പിരിവുകാരുടെ കടമ. എന്റെ ചേട്ടാ, ഞാൻ പോണു. നീ നിന്നെവിടെ? അതെ, ഈ സത്യം കേൾക്കുമ്പോഴേ കള്ളന്മാരെ സഹായിക്കുന്നവര് ഓടി രക്ഷപ്പെടും. അതല്ലെങ്കിലും അങ്ങനെയാ. ചേച്ചി, ഞാൻ പോണേ. നീയൊക്കെ നോക്കിക്കോ, നിന്റെയൊക്കെ കള്ളപ്പിരിവ് ഞാൻ പൊളിക്കും. മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു. എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. എന്റെ മനുഷ്യനെ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? വരുന്നുണ്ടോ ഇങ്ങോട്ട്? വാ ഇങ്ങോട്ട്. നമുക്ക് കാണടാ. എന്നാലും എന്റെ ചേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞിട്ട് പോകുന്നത് ദുഷ്ടത്തരവാ, ദുഷ്ടത്തരം. ആ ആനിയെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതാ. വർഗീസിന് സുഖമില്ലാതായത് മുതല് അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാ. നീ എന്തൊക്കെ പറഞ്ഞാലും ആ കള്ള പരീക്ഷയോട് ഒരു തരി സഹതാപം പോലും എനിക്ക് തോന്നൂല. കാരണം എന്താണെന്നറിയോ? എന്ത് കാരണം ഉണ്ടായാലും ഒരാൾക്കൊരു വിഷമം ഉണ്ടാവുമ്പോ അയാൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ നിരത്തി കുറ്റം പറയരുത്. എടി, ഇവൻ എന്നോട് ചെയ്തിട്ടുള്ള എന്താണെന്ന് നിനക്കറിയണോ? എന്തായാലും എനിക്കറിയണ്ട. എത്ര വന്നാലും മനുഷ്യർ ഇത്ര ദുഷ്ടന്മാരാകരുത്. കഷ്ടം. ഭർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത അസത്ത്, ഒരു വർഗീസ്. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം 10-ാം വാക്യം. എന്താ അത്യാവശ്യമായിട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ചേട്ടാ, നമ്മൾ ഈ വർഗീസിന് വേണ്ടി ചെയ്യുന്നതിനെല്ലാം ആളുകളുടെ ഭിന്നാഭിപ്രായം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളതിലേ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ മോശമായ രീതിയിൽ കണ്ട് എതിർക്കുകയും ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? ആരെതിർക്കുന്നു? ആരെ പിന്തിരിപ്പിച്ചു? ഞാൻ 2-3 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, വർഗീസിന് വേണ്ടി പിരിവെടുത്ത് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് അയാൾ അർഹനല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായപ്പോ മനസ്സിലായി. എന്തനുഭവം? എന്റെ ജോണേട്ടാ, ഇന്നലെ നമ്മള് പിരിവ് കഴിഞ്ഞിട്ട് പോന്നില്ലേ, അതിനുശേഷം ആ ജോസഫിന്റെ ഭാര്യയെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. എന്നെ കണ്ടതും അയാള് തുടങ്ങിയില്ലേ, എന്താടാ പിരിവാരാ, ബാക്കി പിരിവാരൊക്കെ പോയോ എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കലി. വർഗീസ് ഇതിന് അർഹനല്ലെന്ന്. അവനിത് എന്തിന്റെ അസുഖ ഇങ്ങനെയൊക്കെ പറയാൻ? വർഗീസ് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ചു വന്ന അസുഖത്തിന് നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്ത് സഹായിക്കണത് എന്തിനാണെന്ന്. പിന്നെ ഇത് തന്നെ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നേരിട്ട് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. അത് സത്യമാണെന്ന് ഇന്നലത്തെ എന്നോടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവനിഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി നല്ല മനസ്സ് തോന്നി സഹായിക്കുന്നവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ഇതിനെ നമുക്ക് ശക്തമായിട്ട് എതിർക്കണം. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ 2 കൊടുക്കണമെന്ന്. ഇതിനെ പ്രതി ഒരു അടിയിടിയും ഒന്നും വേണ്ട. അവനെ നമുക്ക് അനുനയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതങ്ങനെയൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണില്ല. അയാൾക്ക് ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുണ്ട്. അതല്ലെന്ന് അയാൾ ഇങ്ങനെ ഉടക്കി നിൽക്കുമ്പോഴും ഭാര്യ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കണ്ട്. എവിടെ കേൾക്കാൻ? ഞാനും അയാളുടെ ഭാര്യയും മാറി മാറി പറഞ്ഞു നോക്കി, അയാൾ കേൾക്കണ്ടേ? ഏതായാലും അയാളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അല്ലേ പിന്നെ വെള്ളം കയറിയ വഞ്ചിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് ഒരാൾ ഓട്ടയിടുകയും മറ്റേയാള് വെള്ളം കോരിക്കളയുകയും ചെയ്യുന്നത് പോലെയാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മൾ പിരിവെടുക്കുകയും അയാള് പിരിവ് കൊടുക്കരുതെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആൾക്കാർ കൺഫ്യൂഷൻ ആവും. അതല്ലേ ചേട്ടാ? അതെ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് സംസാരിച്ചോളയാം. എടാ പോളെ, ഈ ഫൗണ്ടേഷന്റെ വർക്ക് ഒന്ന് തീരുവോ? ഒന്ന് അനങ്ങി ചെയ്യാൻ പറടാ ഈ ഒറ്റകളോട്. ശരി സാർ. സണ്ണിയ വണ്ടി അടച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. എടാ ജോണേ, ശരിയാണ്,
ഇന്നലെ വൈകിട്ട് ഇവനോട് പറഞ്ഞുവെന്ന് ഇവൻ നിങ്ങളോട് പറഞ്ഞത് 100% ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്? എടാ, ഒരാൾക്കൊരു അസുഖം വരുന്നത് തെറ്റാണോ? അങ്ങനെ അസുഖം വന്ന ആളിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല മനസ്സുള്ള ഒരു പിരിവ് നൽകി സഹായിക്കുന്നത് തെറ്റാണോ? അല്ല, തെറ്റല്ല. പക്ഷേ നല്ല മനസ്സ് തോന്നി സഹായിക്കുന്നവരെ ഈ വർഗീസിന് അസുഖം വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് തെറ്റില്ലല്ലോ. ആ, ഇല്ല, ഒരു തെറ്റുമില്ല. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവനും കള്ളും കുടിച്ച് ആളുകളുടെ നേരെ മെക്കെട്ട് കയറി നടക്കുന്ന ആ മദ്യപാനിയും അഹങ്കാരിയുമായ വർഗീസിനെ സഹായിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവനൊക്കെ അനുഭവിക്കണോടാ. ചേട്ടൻ ഈ വർഗീസിനെ പറ്റി പറയുന്ന അഭിപ്രായം ഈ നാട്ടിൽ ചേട്ടന് മാത്രമല്ലേ ഉള്ളു? വേറൊരാളും ഈ അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതോ? എടാ പെന്നി, ഉള്ളതുപോലെ വിളിച്ചു പറയാൻ ഈ ജോസഫിനെ ഒരുത്തിനും പേടിയില്ലാത്തതുകൊണ്ടാ. ആ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നീയൊക്കെ അർഹരായവരെ കണ്ടെത്താൻ വേണമെങ്കിൽ 10-100 ഞാനും തന്നെ സഹായിക്കാം. എന്റെ ജോസഫേ, ഈ ഒരു കാര്യത്തില് നീ ഇങ്ങനെ ഇടഞ്ഞുടക്കി നിൽക്കരുത്. ജോണേ, നീ ഇതെന്തറിഞ്ഞിട്ടാ അവന് വേണ്ടിട്ട് ഇങ്ങനെ വാദിക്കുന്നത്? ഈ പറയുന്ന പുന്നാര വർഗീസേ മദ്യവെച്ച് ലക്ക് കെട്ട് നശിച്ചു നടന്നിരുന്ന സമയത്ത് ഇവനെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാ ഞാൻ. അന്ന് നിങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് അവന് വന്ന ആപത്ത് അന്ന് വരാതിരിക്കാനാ ഞാൻ ശ്രമിച്ചത്. കവലയിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ ഈ വർഗീസിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാ ഞാൻ. അതിനവൻ എനിക്ക് തന്ന കൂലി എന്താണെന്നറിയോ നിങ്ങക്ക്? എന്റെ കരണത്തിട്ട അവനൊന്ന് തന്നത്. അന്ന് ഞാൻ കോലടിച്ചതാ ഇവന്റെ കാര്യത്തില്. അവൻ അങ്ങനെ തന്നെ വേണം. അങ്ങനെ കിടന്ന് നിറയിക്കണവൻ. ആ, അതെ. പിന്നെ ഈ കാര്യം പറഞ്ഞ് മേലിൽ ഒരുത്തിനും എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇവന്റെ കാര്യത്തില്, ഈ വർഗീസിന്റെ കാര്യത്തില് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, പറയും. നീയൊക്കെ വീട്ടിൽ പോടാ. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18:35. അല്ല ജോസഫ്, പോളെ പണിക്കാരൊക്കെ എന്ത്? അവർക്ക് ചായ കുടിക്കാൻ പോയേക്കാ. പിന്നെ ഒരു 30 ചാക്ക് സിമെന്റ് വേണ്ടി വരും സാറേ. 30 അല്ല 60 ചാക്ക് വാങ്ങിക്ക്. ഇവരെന്താ സിമെന്റ് തിന്നാണോ? ആ, വാ, ഒന്ന് അനങ്ങി നടക്കണ്ടേ പോളെ. ആ, ദയവന്നു സാറ്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇയാൾ അന്യായ പണി മുടക്കാനുള്ള. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദാന്തം ഓതിയിട്ട് വല്ല കാര്യമുണ്ടാ? ഇയാൾ ഇങ്ങനെ പിന്തിരിപ്പൻ സ്വഭാവമായിട്ട് നിന്നാൽ നമ്മുടെ പണി ഇരട്ടിയാവും. അതെ, ആളുകൾ ഒന്ന് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കും, സംശയിക്കും. അല്ല, ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തത്? മിണ്ടാത്തതല്ല, എന്താ മിണ്ടേണ്ടതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അവന് വർഗീസിനോട് നല്ല പകയുണ്ട്. അതൊന്ന് തണുത്തു കഴിഞ്ഞ് പറയുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അങ്ങനെ തലേ കയറില്ല. പിന്നെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഈ ജോസഫ് പറഞ്ഞാലും കുറച്ച് കാര്യമില്ലേ? ശരിയാ. കള്ളും കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ എത്ര പേരുമായിട്ട് അടിപിടി ഉണ്ടാക്കിയിട്ടുള്ളത്. ആളെത്ര പുണ്യാളൊന്നുമല്ല. ദേ കണ്ടോ, ഇനി ഈ വക സംസാരം നമ്മുടെ കൂട്ടത്തിൽ ഒരാളും പറയരുത്. നമ്മളവന്റെ സ്വഭാവം നന്നാക്കാനല്ല, രോഗം സുഖപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയാ ഈ പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങുന്നത്. അത് ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. ഈ സമയത്തല്ല അയാളുടെ സ്വഭാവം പണ്ട് ശരിയല്ല എന്ന് വിലയിരുത്തേണ്ടത്. ഇപ്പൊ ആപത്ത് സമയത്ത് അയാളെ നമ്മൾ സഹായിക്കണം വേണ്ടത്. അസുഖം ഭേദമായതിനു ശേഷം നന്നാവണോ വേണ്ടയോന്ന് അവൻ അന്നേരം തീരുമാനിക്കട്ടെ. അവന് നന്നാകാൻ ഒരവസരം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. സുഭാഷിതങ്ങൾ 23:15-16 എല്ലാരും കൂടി നേരത്തെ ഇറങ്ങിയ. അതെ,
വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ബുദ്ധിമുട്ടൊക്കെ വെറുതെ ആവുന്ന മട്ടാണ്. എന്തു പറ്റിയാ ഹാ, ഞാൻ ഇന്നലെ എന്റെ അളിയനൊന്ന് വിളിച്ചിരുന്നേ, ഈ വർഗീസിനെ സഹായിക്കുന്ന കാര്യത്തിനേ. ആളിപ്പോ ചെറിയ കോൺട്രാക്ടർ വർക്കൊക്കെ ചെയ്ത് കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഞാൻ ഈ കാര്യം പറഞ്ഞു തീർന്നതും അളിയൻ പറയുന്നു, കള്ളും കുടിച്ച് തന്നിഷ്ടത്തോടെ നടക്കുന്ന അവനെയൊക്കെ സഹായിക്കാൻ അളിയന് നാണമില്ലെന്ന്. ഹാ, ഇതൊക്കെ പറഞ്ഞു നടക്കണതേ ആ കരാറ് പണിക്കാരൻ ജോസഫില്ലേ, അയാളാണെന്ന്. എന്റെ ആന്റപ്പ, ആ വിഷയം തന്നെയാ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഹാ, അങ്ങനെയാണെങ്കി ഇതിനെപ്പറ്റി അയാളോട് ചോദിക്കണല്ല. ചോദിക്കലെല്ലാം കഴിഞ്ഞ് കിട്ടേണ്ടത് ഞങ്ങൾക്ക് അവന്റെ വായന്ന് കിട്ടുകയും ചെയ്തു. എന്ന് വെച്ചാ നിന്റെ അളിയനെ പറഞ്ഞു മുടക്കിയതുപോലെ അവന്റെ അറിവിൽ വർഗീസിനെ സഹായിക്കാൻ ആരൊക്കെ വരുന്നുവോ അവരെല്ലാം അവൻ തടയൂന്ന്. അച്ഛേ, എന്നിട്ട് നിങ്ങളൊന്നും അയാളോട് പറഞ്ഞില്ലേ? ഇയാൾക്ക് മാത്രം ഈ വർഗീസിനോട് വൈരാമരുടെ കാര്യം എന്താണ്? അത് ഈ വർഗീസ് അടിച്ച് ഫിറ്റായിരുന്ന സമയത്തെ ആ സമയത്ത് ഈ ജോസഫേന്റെ കാരണത്തിട്ട് 2 പൊട്ടിച്ചിരുന്നെന്ന്. ആ, അതും പറഞ്ഞാണ് ഈ വൈരാഗ്യം. ഇയാളെ ഒരാളെ ഈ വർഗീസ് തല്ലിയെന്നും പറഞ്ഞ് നാട്ടുകാർ മുഴുവനും ഈ വർഗീസിനെ സഹായിക്കണമെന്ന് പറയാൻ ഈ ജോസഫിനെന്താ അധികാരം? ആന്റോ, ഇനി കാര്യവും കാര്യമില്ലായ്മയൊന്നും അന്വേഷിക്കാതെ പിന്നെ ഇവനെ നമുക്കൊരു അനുരഞ്ജനത്തിലാക്കുക, അതേ ഉള്ളു മാർഗം. ആ ദേ അയാളല്ലേ വരുന്നത്. ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കല്ല. അതൊന്നും വേണ്ട. ആ ശരിയാടാ, ഇപ്പൊ ഒന്നും വേണ്ടടാ. നീ ഒന്നും മിണ്ടാണ്ടിരടാ. നിക്കോടാ, നിക്ക്. എന്താടാ വഴി തടഞ്ഞു നിർത്തി അയാളെ പിരിവ്? അതെ, പിരിവിന് വേണ്ടിട്ടല്ലോ. പിരിവിനെതിരെ താൻ ഇവര് ഭീഷണിപ്പെട്ടെന്ന് കേട്ടല്ല? അതെ, അതിന് നിനക്ക് എന്നെ തല്ലോ. വാടാ, തല്ലടാ, വാടാ. ഇവരെ പിടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വിടറാ. അവനോട് വന്നു കഴിഞ്ഞാൽ ഇടിച്ചു ഞാൻ അവന് തവിട് പൊടിയാക്കും. അവന്റെ കളി ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാവനാ. മലപ്പുറത്ത് കൂടെ ഞാൻ ഈ നാട്ടിൽ പിരിവെടുക്കാൻ എന്നെ പ്രാധാന്യം. നീ ഇങ്ങോട്ട് വന്നേ. സ്വഭാവമൊക്കെ അറിയാൻ പാടില്ല. ഒന്നുകളെ ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളെപ്പോന്ന് അധികം നേരമായാ? വാ, അകത്തേക്കിരിക്ക. ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട്. ഞങ്ങൾ ഇറങ്ങാണ്. നിങ്ങളൊക്കെ കൂടി എന്റെ ചേട്ടന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ വീട്ടുകാർക്കറിയാം. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ എല്ലാവരും നന്ദിയുള്ളവരായിരിക്കും. എന്റെ അലക്സേ, അതിനുവേണ്ടി ഞങ്ങളോട് നന്ദിയൊന്നും പറയണ്ട. ഈ അവസ്ഥ നമ്മളിൽ ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോ ഇതുപോലെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലേ തന്നെ ഈ നാട്ടിൽ ഇത്രയും വലിയൊരു തുക മുടക്കി ഓപ്പറേഷൻ നടത്താൻ ആർക്കാ സാധിക്കുന്നത്? അതെ, 1-2 പേർക്ക് പറ്റുമായിരിക്കും. ചുരുക്കം പറഞ്ഞ ഇന്ന് ഞാൻ നാളെ നീ, ആ അവസ്ഥയല്ലേ. അപ്പോ അലക്സേ, ഇനി നന്ദി എന്നൊരു വാക്ക് ഈ കാര്യത്തിൽ പറയരുത്. പിന്നെ ഇപ്പോ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കണത്? അടുത്ത മാസം ലാസ്റ്റ് തന്നെയല്ലേ ഓപ്പറേഷൻ? അതെ, അതിലിതുവരെ ഒരു മാറ്റവും ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഈ പിന്നെ ആളിന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് അവന്റെ അടുത്ത് അധികം നേരം ഇരിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. എല്ലാരും കൂടി കാണുമ്പോഴേ, അല്ലെങ്കിൽ വേണ്ട, എന്റെ കാര്യം തന്നെ എടുക്കാം. എനിക്ക് ആശുപത്രി അത് കേൾക്കണതിന്റെ പേടിയാണ്. പിന്നെ മരുന്ന് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ ഉള്ള ജീവനും കൂടി ഞാൻ അപ്പത്തിന് ഓടിക്കളയും. ഈ അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് കൂടിയുണ്ടേ. ഞങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കാം. അടുത്ത മാസം ഓപ്പറേഷന് മുമ്പേ മുഴുവൻ പണവും ഒപ്പിക്കാൻ സാധിക്കുമെന്ന ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. എല്ലാം നല്ല രീതിയിൽ നടക്കും. എങ്കിൽ പിന്നെ ഞങ്ങൾ നടക്കട്ടെ. ഓ, ആയിക്കോട്ടെ. പിന്നെ എന്താ അലക്സേ? എന്താണെങ്കിലും പറയേ. വേറൊന്നുമല്ല, ചേട്ടന് വേണ്ടിയിട്ട് നിങ്ങൾ പിരിവെടുത്ത് ഞങ്ങൾക്ക് തരുന്നത് ഈ
ജോസഫേടന് ഇഷ്ടമല്ലെന്ന് കേട്ട് എന്ത് വഴക്കുണ്ടാക്കിയെന്നോ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞേ. ഈ വേണമെങ്കിൽ ഈ ജോസഫേടനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ, അതങ്ങനെ കിടക്കണം. ചേട്ടനുമായിട്ട് മുൻപെന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ വീട്ടുകാരെ അറിഞ്ഞിരുന്നു. ഞാനും അമ്മയായിട്ട് പിറ്റേന്ന് ചെന്ന് ചേട്ടന് വേണ്ടിയിട്ട് ക്ഷമ പറയുകയും ചെയ്താ. പക്ഷേ അത് അയാൾ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അലക്സേ, പുള്ളി അങ്ങനെ ഒരു നിലപാടെടുത്തപ്പ ഞങ്ങളും ആദ്യം ഒന്ന് ഭയപ്പെട്ടു. പക്ഷേ ഒറ്റപ്പെട്ട ചില ആളുകളല്ലാതെ അതിനോട് യോജിക്കുന്നവര് കുറവാണ്. ഈ ഒറ്റപ്പെട്ടവരും നമുക്ക് അനുകൂലമാകും. അല്ലേ തന്നെ കൂടുതൽ പറയാൻ ചെല്ലുമ്പോൾ അയാൾക്കൊരു ഇളക്കം. നീ തൽക്കാലം ചേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ഇതൊന്നും കഴിയട്ടെ, അയാളോട് നല്ലൊരു മാപ്പ് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. എഫേസോസ് 4:26 അലക്സേ, നീ ചെന്നേ. ആൻഡോ, നീ ഇങ്ങോട്ട് വന്നേ. അപ്പോഴത്തേക്കും അവൻ ചൂടായി. അല്ലെന്ന് ചേട്ടാ, അയാളുടെ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞങ്ങോട്ട് വരും. ചേട്ടാ, നമുക്ക് ഒന്നുകൂടി അലക്സിനെ വിളിച്ചൊന്ന് ചോദിക്കണം. എന്നാലും ചേട്ടാ, എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതാ എന്റെ അവസ്ഥയും മറച്ചല്ല. ഇതാ ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങള്, അത് മനുഷ്യർക്ക് മനസ്സിലാവും. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. ആ വർഗീസിന്റെ ആത്മാർത്ഥത്തോടുള്ള പ്രാർത്ഥനയും പശ്ചാത്താപം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്. ശരിക്കും അല്ലേ? പിന്നെ ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ സുഖപ്പെടുന്നു പറഞ്ഞ അസുഖം ഈ കഴിഞ്ഞ ചെക്കപ്പിൽ പൂർണ്ണമായിട്ടും സുഖപ്പെടുവോ? അതെ. ഇവർ ഈ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണ്. ജോണേട്ടാ, ശരിയാണ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. വർഗീസിന്റെ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖപ്പെട്ടു. ഏയ് അതല്ല. എടാ ആണടാ, വർഗീസിന്റെ അസുഖം മാറി. ഏയ് അതല്ലെന്ന്. ആ വിവരം ഞങ്ങൾ അറിഞ്ഞു. വേറെ കാര്യം നിങ്ങൾ അറിഞ്ഞ? ആ ജോസഫിന്റെ വിവരം. ജോസഫിന്റെ എന്ത് വിവരം? ജോസഫേണ്ണും ഭാര്യയ്ക്കും ആക്സിഡന്റ് പറ്റി. പറയട്ടെ രമേശേ, ഹോസ്പിറ്റലിൽ നിന്ന്. ആണല്ലേ. ശരി. ബസ് പോയപ്പോ ചെളി തെറിച്ചു എന്നും പറഞ്ഞ് ജോസഫേട്ടൻ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിന്റെ മുമ്പിൽ നിർത്തിയാണ്. പക്ഷെ ഡ്രൈവർക്ക് ബ്രേക്ക് കിട്ടിയില്ല. ജോസഫേട്ടൻ സൈഡിലോട്ട് തെറിച്ചു വീണു. പിന്നെ ചേച്ചി സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഇല്ല, മരിച്ചു. ഉടനെ ചേട്ടനെ ഓപ്പറേഷൻ വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. അതിന് 2 ലക്ഷം രൂപ ആശുപത്രി കെട്ടിവെക്കണം. അവരുടെ മകനാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ചേട്ടാ വാ, ആ വർഗീസിന്റെ ഫണ്ടില്ല നമ്മുടെ കയ്യിൽ. ഉടനെ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വണ്ടി വിളിക്കേ, ഞാൻ എന്റെ ഫോണൊന്നും എടുക്കും. ശരി. എടാ, നിങ്ങൾ വണ്ടി ഞങ്ങളങ്ങോട്ട് വന്നേക്കാം. കേവലം നിങ്ങളെ വിളിച്ച് മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല എന്റെ തെറ്റിന്റെ ആഴം. എങ്കിലും നിങ്ങളെനിക്ക് മാപ്പ് തരണം. പ്രതികാരം, വാശി, മുൻകോപം, ഇതൊക്കെ ഒരു മനുഷ്യനിൽ എന്തെല്ലാം നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുമെന്നും ആത്മീയമായി നശിക്കുമെന്നും ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇനി അത് തിരുത്തി ജീവിക്കുന്നതിൻ്റെ തുടക്കമാണ്. ഞാൻ മുൻപ് വർഗീസിനോടും ഇപ്പം നിങ്ങളോടും എല്ലാം മാപ്പ് പറയുന്നത്. ഇനി നിങ്ങളുടെ എല്ലാം മുന്നിൽ നല്ലത് ചെയ്തും പ്രവർത്തിച്ചും ജീവിക്കുമ്പോഴേ ഞാനൊരു പുതിയ മനുഷ്യനാകൂ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. ഫോൺ 889195
2600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം വചനം വചനം